കുട്ടികളുടെ കരച്ചിൽ നിർത്താനും കുട്ടികളെ അവരെ ശല്യപ്പെടുത്താതിരിക്കാനും ഒക്കെ രക്ഷിതാക്കൾ പലപ്പോഴും മൊബൈൽ കൊടുത്തിട്ട് അവരെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ലോകം തുറന്നു കൊടുക്കുക പതിവാണ്. രക്ഷിതാക്കൾ തന്നെയാണ് ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത്, അതിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ. കുട്ടികൾ ഈ മൊബൈലിൽ എന്ത് കാണുന്നുവെന്നോ എന്ത് ആസ്വദിക്കുന്നുവെന്നോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല. രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളോട് മിണ്ടാറും ഇല്ല. ഇത് പറയുന്നത് ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളെ കുറിച്ചല്ല, ഒരുപാട് രക്ഷിതാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഗെയിം കളിക്കുന്ന കുട്ടികൾ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ റീൽസ് കാണുന്നു എന്നതൊക്കെ ഒരു പരിധിവരെ ഇവരുടെ വ്യക്തിത്വത്തെ, ഇവരുടെ സ്വഭാവത്തെയൊക്കെ മാറ്റിമറിക്കുമെങ്കിലും ഈ ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്ഷൻ അതിഭീകരമായി ഉണ്ടാക്കുന്ന ഒന്നാണ് ഗെയിംസ്. അങ്ങനെ ഗാസിയാബാദിൽ 3 കുട്ടികൾ, ഒരാൾക്ക് 16 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ്, മറ്റൊരാൾക്ക് 12 വയസ്സ്. അവരുടെ പേര് നിഷിക, പ്രാചി, പഖി എന്നാണ്. പഖി. അങ്ങനെ 3 പെൺകുട്ടികൾ, 3 പേർക്കും പ്രായപൂർത്തിയായിട്ടില്ല. ഇവർ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. ഈ പെൺകുട്ടികൾ എന്താണ് ചെയ്തത്? മുഴുവൻ സമയം ഈ പെൺകുട്ടികൾക്ക് ഈ കോവിഡ് സമയത്തൊക്കെ രക്ഷിതാക്കൾ മൊബൈൽ ഫോണ് വാങ്ങി നൽകിയിരുന്നു. എന്തിനാണ്? ഓൺലൈൻ പഠനത്തിനൊക്കെ. ഇതിലൂടെ ഈ കുട്ടികൾ എന്തു ചെയ്തു? ഓൺലൈൻ ഗെയിമിങ്ങിലോട്ട് പോയി. എന്നിട്ട് കൊറിയൻ വെബ് സീരീസും കൊറിയൻ ഗെയിമുകളും കണ്ട് കുട്ടികൾ അതിനകത്ത് അഡിക്റ്റ് ആയി പോയി. പഠിക്കാൻ പോകുന്നില്ല, സ്കൂളിൽ പോലും പോകുന്നില്ല. അങ്ങനെ രക്ഷിതാക്കൾ പലകുറി പറഞ്ഞു, എന്നിട്ടും കേൾക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അച്ഛന് നല്ല ദേഷ്യം വന്നു. ഈ അച്ഛനാണെങ്കിലോ സാമ്പത്തിക ബാധ്യത, ഏകദേശം 2 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുള്ള പിതാവ്. അയാൾ ഈ കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്നില്ല, മുറി അടച്ചിരുന്ന വീഡിയോ ഗെയിമാണ്. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു. മുറിയൊക്കെ തള്ളി തുറന്നിട്ട് 3 പേരുടെയും മൊബൈൽ ഫോൺ പിടിച്ച് അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടി. എന്നിട്ട് പറഞ്ഞു, മൊബൈൽ ഫോൺ കാണണ്ടായിരുന്നു തൊട്ട് നേരെ സ്കൂളിൽ പോയാൽ മതി എന്ന് അദ്ദേഹം ശാസിച്ചു. ഇതിൽ കുട്ടികൾക്ക് അതിയായ സങ്കടമുണ്ടായി. എന്ന് പറഞ്ഞാൽ ഭയങ്കര പെരുത്ത സങ്കടം. സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കാരണം പിള്ളേർ ചെയ്തതാണ് കുറ്റം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പിള്ളേരുടെ മനസ്സിനെ പിടിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഈ കുട്ടികൾ അന്നേ ദിവസം രാത്രി അമ്മയ്ക്കൊപ്പം ഉറങ്ങാൻ കിടന്നു. എന്നിട്ട് ടോയ്ലറ്റിൽ പോകണം, ശുചിമുറിയിൽ പോകണം എന്ന് പറഞ്ഞ് പുലർച്ചെ 2 മണിയോടുകൂടി 3 കുട്ടികളും ഒരുമിച്ച് എണീക്കുന്നു. വീട് 9ാം നിലയാണ്, 9 നിലയുള്ള ഫ്ലാറ്റിലാണ് വീട്. അവിടെ നിന്ന് 9ാം നിലയിൽ നിന്ന് 3 പേരും 1, 2, 3 പറഞ്ഞ് ഒരുമിച്ച് താഴേക്ക് ചാടുന്നു. 3 പേരും സ്പോട്ടിൽ തന്നെ ഡെഡാകും. എന്തൊരു ദുരന്തമാണ്. എന്നിട്ട് കുട്ടികൾ ആത്മഹത്യാക്കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പനോട് ക്ഷമയൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആത്മഹത്യാക്കുറിപ്പ്. ഇത് വേദനാജനകമായ ഒരു അനുഭവമാണ് ഇന്ത്യക്ക്. ഇത് ഒരു അനുഭവമാണോ? ഇത് അവസാനത്തെ അനുഭവമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഒരു നല്ല ഔഷധമാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആശിക്കാം. ആശയും നല്ലൊരു ഔഷധമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വീഡിയോ ഗെയിം. അതിലിപ്പോൾ 3 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട കഥയാണ്. ഇനി ജീവൻ എടുക്കുന്ന വീഡിയോ ഗെയിമുകളുണ്ട്. വീഡിയോ ഗെയിം എല്ലാം ടിഷ്യൂ ആണ്. തോക്കെടുത്ത് വെടിവെക്കുന്നു, വാളെടുത്ത് വെട്ടുന്നു. പിന്നെ ഇതിനൊപ്പം എന്താണ്? AI ജനറേറ്റഡ് സംഭവങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി വരുന്ന ആയുധങ്ങളെ കുറിച്ചുള്ള പ്രൊമോഷൻ വാർത്തകൾ, അതുപോലെ ഈ ചില സിനിമാ താരങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ചുള്ളത്, ശത്രുക്കളെ എങ്ങനെ നിഗ്രഹിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള സാധ്യതകൾ, ഇതെല്ലാം ഓൺലൈനിൽ സമൃദ്ധമായി വിറ്റഴിയപ്പെടുന്ന പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് എന്ന് വസ്തുവല്ല, പല്ല് തേക്കുന്ന ബ്രഷും പേസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ കോണ്ടന്റ് ആണ്. ഇതാണ് ആളുകൾ നിരന്തരം കാണുന്നത്. രക്ഷിതാക്കൾ ഇതൊട്ട് ശ്രദ്ധിക്കുന്നുമില്ല. കുട്ടികൾ ഇത് കണ്ട് സ്വാഭാവികമായും അതാണ് ശരി, അതാണ് റിയൽ വേൾഡ്, റിയൽ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല, ചിലർ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ മൊബൈൽ കാണുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു 5-10 മിനിറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്ങാനും കുറച്ചു നേരം മൊബൈൽ കണ്ട് എൻജോയ് ചെയ്യുന്നതിൽ നിന്നും ഒരു തെറ്റുമില്ല. പക്ഷെ കണ്ടിന്യൂസ് മൊബൈൽ കാണുകയാണെങ്കിൽ അത് ശരിയല്ല. അത് അവരുടെ പഠനത്തെ ബാധിക്കും. പിന്നെ അവർക്ക് ഉറക്കക്കുറവുണ്ടാവും. പിന്നെ അവർക്ക് ഒബ്സർവേഷൻ കഴിവ് നഷ്ടപ്പെടും, നിരീക്ഷിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടും. പിന്നെന്താണ്? അവർക്ക് വിഷാദ രോഗം വരും. ഇതെല്ലാം ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എങ്കിലും നമ്മളിപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കും, അതുപോലെ വീഡിയോ ഗെയിം കളിക്കാൻ പ്രേരിപ്പിക്കും. കാരണം എൻ്റെ മകൻ ചെറിയ പ്രായത്തിൽ തന്നെ വീഡിയോ ഗെയിമൊക്കെ കളിക്കാൻ പ്രാപ്തനായി എന്ന് ഊറ്റം കൊള്ളുകയും അഭിമാനിക്കുകയും ചെയ്യും. ഇനി ഒരിക്കലും അത് ഷഹബാദുകളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ
ഈ വിദ്യാർത്ഥി കൊലപാതകങ്ങളും വിദ്യാർത്ഥികളുടെ പരസ്പരമുള്ള ശത്രുതയും മാത്സര്യ ബുദ്ധി വേണം പരീക്ഷയുടെ കാര്യത്തിൽ. ജയിക്കണം, അയാളേക്കാൾ കൂടുതൽ ഗ്രേഡ് എനിക്ക് കിട്ടണമെങ്കിൽ നല്ല ഉന്നത പഠനത്തിനും അഡ്മിഷനൊക്കെ സാധ്യതയുള്ളൂ. അതെല്ലാം ഉണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ ഗെയിമുകൾ കാണുന്നതിലൂടെ, യൂട്യൂബും സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെന്റിലൂടെ കുട്ടികളിലെ ക്രിമിനൽ വാസന വർദ്ധിക്കുകയാണ്. ഇതിന് ഒരു പരിധിവരെ നമ്മൾ തടയിടാൻ ശ്രമിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികൾക്ക് കർശനമായി വിലക്കണം. അതുകൊണ്ടാണ് UK പോലും 16 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മൊബൈല് വാങ്ങാനും അതുപോലെ മൊബൈൽ ഉപയോഗിക്കാനും അനുമതിയുള്ളൂ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കാണാനും അനുമതിയുള്ളൂ. അതാണ് അവിടെയുള്ള നിയമത്തിന്റെ പ്രത്യേകത. ഈ അടുത്ത അവസരത്തിലാണ് ഇത് കുറെ കൂടി കർശനമാക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഇത് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ കൊച്ചു കേരളവും വേറൊരു ഈ ഗെയിം സോണുമായി ബന്ധപ്പെട്ട ചതിക്കുഴിയുടെ ഭാഗമായി തീരുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വിഷാദ രോഗമുണ്ടോ, നിങ്ങളുടെ കുട്ടികൾ അടച്ചിട്ട മുറിയിൽ നിന്ന് മൊബൈൽ ഫോൺ കാണുന്നുണ്ടോ, ഇത്യാദി കാര്യങ്ങൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം.